സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ പുറത്തുവിടണമെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയരായവർക്കെതിരെ ആഭ്യന്തര വകുപ്പ് സ്വമേധയാ കേസെടുക്കണമെന്നും ശോഭ സുരേന്ദ്രൻ. കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ വള്ളങ്ങൾ തിരിച്ചെത്തി. 3 ഫൈബർ വള്ളങ്ങളാണ് മണിക്കൂറുകൾക്കു ശേഷം തിരിച്ചെത്തിയത്. വെളുത്തൂരിൽ പോത്തിൻകുട്ടികളുടെ ചെവിയിൽ കമ്പിയിട്ട് കുത്തിയും ദേഹത്ത് പൊള്ളിച്ചും ക്രൂരത. ഒരാഴ്ചക്കിടെ ആക്രമിക്കപ്പെട്ടത് 6 കിടാരികൾ. തൃക്കൂർ കല്ലൂർ സ്വദേശി സന്ദീപ് റഷ്യയിൽ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച് ഇന്ത്യൻ എംബസി. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. സന്ദീപ് യുക്രൈൻ സേനയുടെ ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. കനത്ത മഴയിലും കാറ്റിലും അതിരപ്പള്ളി മേഖലയിൽ മണ്ണിടിച്ചിൽ. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിനു സമീപം തമിഴ്നാട് അതിർത്തിയിലാണ് മണ്ണിടിഞ്ഞത്. പഴയ കൾവെട്ടിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലും തൃക്കണപ്പതിയാരത്ത് മരക്കൊമ്പ് പൊട്ടിവീണ് വൈദ്യുതി തൂൺ തകർന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന തേക്കിന്റെ ശിഖരമാണ് പൊട്ടി വൈദ്യുതി കമ്പിയിലേക്ക് വീണത്. ശക്തമായ കാറ്റിലും മഴയിലും കാഞ്ഞിരക്കോട് മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. കൊരട്ടിയും കുന്ന കാവീട്ടിൽ ദേവുവിന്റെ വീടിന്റെ മുകളിലേക്കാണ് മരം വീണത്. സംസ്ഥാനത്ത് തൃശൂർ ഉൾപ്പെടെ 3 ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കുട്ടനല്ലൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് സിപിഐഎം സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് ബിജെപി പ്രസിഡന്റ് കെ അനീഷ് കുമാർ. തട്ടിപ്പിനിരയായ സഹകാരികളെയും പൊതുജനങ്ങളെയും സംഘടിപ്പിച്ച് കരുവന്നൂർ മോഡൽ ബഹുജന പ്രക്ഷോഭത്തിന് ബിജെപി ജില്ലാ ഘടകം നേതൃത്വം നൽകുമെന്ന് അനീഷ് കുമാർ. വയനാട് മഹാദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ സംഭാവനയുടെ ആദ്യ ഗഡു കൈമാറി. റവന്യൂ മന്ത്രി കെ രാജന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ.എസ്. കൃഷ്ണയാണ് 10 ലക്ഷം രൂപ കൈമാറിയത്. ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ദയ ആശുപത്രിയിൽ ഫോട്ടോഗ്രാഫി ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വി കെ അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു. കൊൽക്കത്തയിൽ ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് അക്കിക്കാവ് PSM ഡെന്റൽ കോളേജ് സ്റ്റുഡന്റ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന ഫ്ളാഷ് മോബിന് യൂണിയൻ ചെയർമാൻ AS അഖിലേഷ് കുമാർ, ഡോക്ടർ തസ്നിം സുൽത്താന എന്നിവർ നേതൃത്വം നൽകി. വയനാട് ദുരിതബാധിതർക്ക് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ 77-83 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ 67,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. NK അക്ബർ MLA പണം KK ബക്കറിൽ നിന്ന് ഏറ്റുവാങ്ങി. ചൂലുണ്ടാക്കി വിറ്റുകിട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. അടാട്ട് സ്വദേശിയും വിധവയുമായ താണിക്കുട്ടി. MLA സേവ്യർ ചിറ്റിലപ്പിള്ളിക്ക് 2,000 രൂപ കൈമാറി. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശോഭായാത്രകൾ സംഘടിപ്പിക്കും. തൃശൂർ നഗരത്തിൽ നടക്കുന്ന മഹാശോഭായാത്ര കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. തൃശൂർ KSRTC സ്റ്റാൻഡിൽ സെന്റ് തോമസ് കോളേജ് NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തികൾ നടന്നു. മേയർ MK വർഗീസ് ശുചീകരണ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരിതബാധിതർക്ക് കൈത്താങ്ങായി കയ്പമംഗലം പഞ്ചായത്ത് 10ാം വാർഡ്. വാർഡ് മെമ്പർ PH അബ്ദുള്ളയുടെ സഹകരണത്തോടെ ഗ്രാമസഭയിലൂടെ സ്വരൂപിച്ച 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. KSRTC പെൻഷൻ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. P. ബാലചന്ദ്രൻ MLA ധർണ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ലോങ് ജംപ് പിറ്റ് സമർപ്പിച്ചു. PTA പ്രസിഡന്റ് PT സുശാന്ത് അധ്യക്ഷനായി. ദേശീയപാത മരത്താക്കര കുഞ്ഞനംപാറയിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റിവന്ന ലോറി നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷകളിലേക്ക് ഇടിച്ചുകയറി. 5 ഗുഡ്സ് ഓട്ടോറിക്ഷകൾ തകർന്നു. പരിക്കേറ്റ ഒരാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത കുതിരാനിൽ ബസ് യാത്രക്കാരനിൽ നിന്ന് 180 ഗ്രാം MDMA പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ സ്വദേശി ഷിബുവിനെ PG പോലീസ് കസ്റ്റഡിയിലെടുത്തു.
പ്രശസ്ത നാടക നടൻ ജോസ് പായമൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. 200ഓളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നാടകകൃത്ത്, നാടക സംവിധായകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം നാളെ. കുന്നംകുളം തെക്കേ അങ്ങാടിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. കുന്നംകുളം തെക്കേ അങ്ങാടി സൌത്ത് ബസാർ സ്വദേശി വലപ്പാക്കത്ത് വീട്ടിൽ പോൾസനാണ് മരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരെ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. യൂണിയൻ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ടി.പി. ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ലയൺസ് റോയൽ ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ആദരണവും നടന്നു. ലയൺസ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടി. ജയകൃഷ്ണൻ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാണ പഞ്ചായത്ത് പി. കെ. പരമേശ്വരൻ സ്മാരക ഹാൾ പൊളിച്ചു നിർമ്മിക്കുന്നതിനുള്ള നീക്കം വിവാദത്തിലേക്ക്. കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന മാള ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിന്ന് സാക്ഷ്യപത്രം നേടാനാണ് മാള പഞ്ചായത്ത് ഭരണ നേതൃത്വം ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു. പാവറട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സഹകരണ ബാങ്ക് പ്രസിഡന്റ് സലാം വെൺമേനാട് ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ശ്രേഷ്ഠം സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഉപജില്ലയുടെ ഈ വർഷത്തെ സംസ്കൃത ദിനാചരണവും സമാദരണ ചടങ്ങും ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കേരള കലാമണ്ഡലം രജിസ്ട്രാർ P. രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് കോറളി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന നരസിംഹ മഹായജ്ഞം സമാപിച്ചു. മാത്തൂർ ഗണേഷ് അയ്യർ യജ്ഞത്തിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി മങ്ങാട് ശ്രീനാരായണ ദർശന പ്രചരണ യോഗം കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണക്കോടി വിതരണം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് OB ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പോസ്റ്റ് ഓഫീസ് സെന്ററിൽ പ്രവർത്തിക്കുന്ന കോഴിക്കടയിൽ നിന്ന് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. എരുമപ്പെട്ടി SI മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.